ഹായ്, ഗുഡ് മോർണിംഗ് എവരി വൺ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ നോളജ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനെ കുറിച്ച് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് SSCക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ കമ്പ്യൂട്ടറിനെ ബേസ് ചെയ്തിട്ടുള്ള 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ഒലിവ് ബോർഡിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വിച്ച് ഷോർട്ട് കട്ട് കീ കോമ്പിനേഷൻ ഈസ് കോമൺലി യൂസ് ടു സേവ് ദ കറൻ്റ്ലി ഓപ്പൺ ഫയൽ ക്വിക്ക്ലി. നമ്മളിപ്പോൾ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്ന ഒരു ഫയലിനെ പെട്ടെന്ന് സേവ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുന്ന വിൻഡോസിലെ ഷോർട്ട് കട്ട് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൺട്രോൾ എസ് ആണ് എന്തെന്ന് പറയുന്നത്. കൺട്രോളും എസും കൂടെ പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പെട്ടെന്നൊരു ഫയലിനെ സേവ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അതിനകത്തുള്ള ഓരോ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. കൺട്രോൾ+O എന്ന് പറഞ്ഞാൽ ഒരു ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്യാൻ, നമ്മുടെ ഏതെങ്കിലും ഒരു ഫയൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ടാണ് കൺട്രോൾ+O എന്നുള്ളത്. കൺട്രോൾ+P എന്ന് വെച്ചാൽ ഒരു PDF എന്തെങ്കിലും ഒരു സാധനം നമുക്ക് പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഷോർട്ട് കട്ടാണ് കൺട്രോൾ+P എന്നുള്ളത്. കൺട്രോൾ+W എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് നമ്മൾ കറൻ്റ് ഓപ്പൺ ആക്കിയിരിക്കുന്ന ഒരു വിൻഡോയെ ക്ലോസ് ചെയ്യണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കൺട്രോൾ+W. Okay. Second question. Which input device is mainly used to control the movement of a pointer on a graphical user interface? ഒരു ഗ്രാഫിക്കൽ ഇൻ്റർഫേസിൽ നമുക്ക് ഇൻപുട്ടായിട്ട് അല്ലെങ്കിൽ നമുക്കൊരു സാധനം സെലക്ട് ചെയ്യാനോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന, അതിനുവേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഈ 4 ഓപ്ഷനുള്ള ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഡിവൈസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ മൗസാണ്. പിന്നെ രണ്ടാമത് വന്നിരിക്കുന്നത് പ്ലോട്ടർ എന്ന് പറയുന്ന സാധനം. പ്ലോട്ടർ ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ്. അപ്പോൾ ഇതിലുള്ളതിൽ തന്നെ ഇൻപുട്ട് ഡിവൈസ് വരുന്നത് മൗസ് മാത്രമേ ഉള്ളൂ. ഇൻപുട്ട് മീൻസ് നമ്മളൊരു ഡേറ്റ അകത്തോട്ട് ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് അങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിനാണ് ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. തിരിച്ച് നമ്മൾ ചെയ്യുന്നതിന് ഔട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്ന സാധനങ്ങളെ ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി മൂന്നും ഒരു പ്ലോട്ടർ ആയാലും സ്പീക്കർ ആയാലും പ്രിൻ്റർ ആയാലും ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. പ്ലോട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് യൂസ് ടു ഡ്രോ ഓർ പ്രിൻറ്റ് ലാർജ് വെക്റ്റർ ഗ്രാഫിക്സിനെയൊക്കെ വരയ്ക്കാനോ പ്രിൻറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത് പ്ലോട്ടർ എന്ന് പറയുന്നത്. സ്പീക്കർ നമുക്കറിയാം സൗണ്ടിൻ്റെ ഔട്ട് കിട്ടാൻ വേണ്ടിയുള്ളത്. പ്രിൻ്റർ എന്ന് വെച്ചാൽ ഹാർഡ് കോപ്പിയൊക്കെ പ്രിൻ്റ് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതൊക്കെയാണ് പ്രിൻ്റർ എന്ന് പറയുന്നത്. Third question. Which operating system was primarily designed for managing enterprises network, databases and server infrastructure? ഈ നെറ്റ്വർക്ക് മാനേജ് ചെയ്യാനും ഡേറ്റാബേസസിനെയും സെർവറിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള വിൻഡോസിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ് ചോദിച്ചിരിക്കുന്നത്. അത് വിൻഡോസ് സെർവറാണ്. Fourth question. Which feature of MS PowerPoint allows movement effects to be applied between slides during a presentation? ഒരു പ്രസൻറ്റേഷനിൽ ഇങ്ങനെ കറങ്ങി വരിക, ഡിസപ്പിയർ ആയി പോകും, അങ്ങനെയൊക്കെയുള്ള ഒരു എഫക്ട്സ് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്? സ്ലൈഡ് ട്രാൻസിഷൻ എന്നുള്ള ഒരു ഓപ്ഷനാണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. വൈൽ ആക്സസിങ് സെക്യൂർ വെബ്സൈറ്റ് സച്ച് യൂസിങ് HTTPS ഇൻസ്റ്റെഡ് ഓഫ് HTTP, വിച്ച് പ്രോസസ് എൻഷുവേഴ്സ് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് യൂസർ ഡേറ്റ ഡ്യൂറിങ് ഇൻ്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ? നമ്മൾ HTTPക്ക് പകരം അപ്ലൈ ചെയ്ത് നമ്മളൊരു സെർച്ച് ചെയ്യുമ്പോൾ അവിടെ എന്ത് തരത്തിലുള്ള ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ പ്രോട്ടോക്കോളാണ് വർക്കാവുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻക്രിപ്ഷൻ യൂസിങ് സെക്യൂരിറ്റി സർട്ടിഫിക്കറ്റ്സ് ടു പ്രൊട്ടക്ട് ട്രാൻസ്മിറ്റഡ് ഡേറ്റ. കുറച്ച് സെക്യൂരിറ്റി സർട്ടിഫിക്കറ്റ്സിൻ്റെ താഴാവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഡേറ്റ അതിൻ്റെ സെക്യൂരിറ്റി കുറച്ച് കൂട്ടും, അത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 6. വെൻ എ പ്രോഗ്രാം ഫെയിൽസ് ടു റെസ്പോണ്ട് ഡ്യൂറിങ് എക്സിക്യൂഷൻ, വിച്ച് യൂസർ ആക്ഷൻ ഈസ് ജനറലി പെർഫോം ടു സേഫ്ലി സ്റ്റോപ്പ് ഇറ്റ്? നമ്മളൊരു എക്സിക്യൂഷൻ നടത്തുമ്പോൾ ഇതിൽ ഏത് ആക്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നിർത്താൻ വേണ്ടി പെട്ടെന്ന് നമുക്ക് നിർത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്. എൻഡിങ് ദ പ്രോസസ് ത്രൂ ടാസ്ക് മാനേജ് കൺട്രോൾ. ടാസ്ക് മാനേജർ ഓപ്പൺ ചെയ്യും, അതുവഴി ഒരു ഹാങ് ആയി നിൽക്കുകയോ അങ്ങനെ റെസ്പോണ്ട് ചെയ്യാത്ത സാധനത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലോസ് ചെയ്യാൻ പറ്റും. 7th ക്വസ്റ്റ്യൻ. ക്യാഷ് മെമ്മറി ഈസ് ഇൻട്രൊഡ്യൂസ് ബിറ്റ്വീൻ CPU ആൻഡ് മെയിൻ മെമ്മറി മെയിൻലി ടു ഇംപ്രൂവ് പെർഫോമൻസ്. വിച്ച് എക്സ്പ്ലനേഷൻ മോസ്റ്റ് ആക്യുറേറ്റ്ലി ജസ്റ്റിഫൈസ് ഇറ്റ്സ് ഇംപ്ലിമെൻറ്റേഷൻ? ക്യാഷ് മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്? CPU ഇൻട്രൊഡ്യൂസ് ബിറ്റ്വീൻ CPU ആൻഡ് മെയിൻ മെമ്മറിയിലും CPU ഇടയിലുള്ളൊരു മെമ്മറിയാണ്. എന്നുവെച്ചാൽ ഒരു ബ്രിഡ്ജ് പോലെ വർക്ക് ചെയ്യുന്നതാണ് ക്യാഷ് മെമ്മറി. അതെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് സ്റ്റോർസ് ഫ്രീക്വൻ്റ്ലി ആക്സസ്ഡ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡേറ്റ ക്ലോസർ ടു ദ പ്രൊസസ്സർ ടു മിനിമൈസ് ആവറേജ് മെമ്മറി ആക്സസ് ടൈം. എന്ന് വെച്ചാൽ A, B, C എന്ന് 3 ഉണ്ടെങ്കിൽ A തൊട്ട് Cയിൽ ചെന്ന് തിരിച്ച് Cയിൽ നിന്ന് Aയിലോട്ട് ഡേറ്റ വരാൻ എടുക്കുന്ന ഒരു ടൈം ലാഗിനെ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? സ്ഥിരം ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമുക്ക് Bയിലോട്ട് സ്റ്റോർ ചെയ്യാം. നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ഉപയോഗിക്കുന്ന ഒരു സൈറ്റോ അതിനകത്തുള്ള ഡേറ്റ ഇപ്പോൾ നമ്മൾ കയറുമ്പോൾ നെയിമും ബാക്കി കാര്യങ്ങൾ എൻ്റർ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഫോർ എക്സാമ്പിളാണ് പറയുന്നത്. ഇപ്പോൾ Bയിൽ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ Cയിൽ പോകാതിരിക്കുന്നത് Bയിൽ നിന്ന് ആക്സസ് ചെയ്ത് പിന്നെ Bയിൽ നിന്ന് Aയിലോട്ട് വന്നാൽ മതി. അപ്പോൾ ഒരു ഇടയിലുള്ളൊരു ടൈം ലാഭിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമായിട്ടാണ് ആര് വർക്ക് ചെയ്യുന്നത്? ക്യാഷ് മെമ്മറി വർക്ക് ചെയ്യുന്നത്. ഇറ്റ് സ്റ്റോർസ് ഫ്രീക്വൻ്റ്ലി ആക്സസ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡേറ്റ ക്ലോസർ ടു ദ പ്രൊസസ്സർ ടു മിനിമൈസ് ആവറേജ് മെമ്മറി ആക്സസ് ടൈം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് കട്ടാണിത് ക്യാഷ് മെമ്മറി എന്ന് പറയുന്നത്.
Question 8. Which feature of Outlook enables automatic organization of incoming messages into specific folders based on predefined conditions such as sender and subject line? Rules and alert configuration system. ഔട്ട്ലുക്ക് എന്ന് പറയുന്ന ആ ഒരു ആപ്ലിക്കേഷനിൽ ഏത് എന്നുവെച്ചാൽ ഔട്ട്ലുക്ക് എനേബിൾസ് ഓട്ടോമാറ്റിക് ഓർഗനൈസേഷൻ ഓഫ് ഇൻകമിങ് മെസ്സേജസിനെ ഓട്ടോമാറ്റിക് ഓർഗനൈസ് ചെയ്യാൻ പറ്റും ഇൻ സ്പെസിഫിക് ഫോൾഡേഴ്സ്. ഓരോ ഫോൾഡേഴ്സിലായിട്ട് ബേസ്ഡ് ഓൺ പ്രീ ഡിഫൈൻഡ് കണ്ടീഷൻ, നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത കണ്ടീഷനിലോട്ട് ഓരോ ഫോൾഡറിലോട്ട് സേവ് ആവും. അതിനെന്താണ് നമ്മൾ എന്ത് ഫീച്ചറാണ് അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിരിക്കുന്നത്. റൂൾസ് ആൻഡ് അലേർട്ട് കോൺഫിഗറേഷൻ സിസ്റ്റം. 9th question. Which of the following correctly represent the memory hierarchy from faster to slower access speed? ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള മെമ്മറി ഏതാണ്? രജിസ്റ്റേഴ്സ് ആണ്. സെക്കൻഡ് സ്പീഡ് ഉള്ളത് ക്യാഷ്, തേർഡ് റാം, ഫോർത്ത് ആണ് സെക്കൻഡറി സ്റ്റോറേജ്. രജിസ്റ്റേഴ്സ്, ക്യാഷ്, റാം, secondary storage. An IP address in networking is mainly used for networking. IP address എന്തിനാണ് ഉപയോഗിക്കുന്നത്? Identify devices uniquely on a network for communication purpose. കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ് IP address യൂസ് ചെയ്യുന്നത്. 11th question. In the process of receiving email messages on multiple devices such as mobile phones and laptops, while maintaining synchronization of folders and message status, which protocol is generally preferred? IMAP എന്നുള്ളൊരു പ്രോട്ടോക്കോളാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് അങ്ങ് മനസ്സിലാക്കിയാൽ മതി. ഒരു ഇമെയിൽസോ കാര്യങ്ങളൊക്കെ നമുക്ക് റിസീവ് ആകുന്ന സമയത്ത് ലാപ്ടോപ്സിലും ഫോൺസിലും നമ്മളൊരു പ്രത്യേക പ്രോട്ടോകോൾ ഫോളോ ചെയ്തിട്ടാണ് ഈ മെസ്സേജൊക്കെ വർക്ക് ചെയ്യുന്നത്. അതിനാണ് IMAP എന്ന് പറയുന്നത്. 12th question. Which shortcut key directly opens the run command dialog box for executing system commands റൺ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇതാണ് Windows+R. പിന്നെ Windows+E എന്നുള്ളത് എന്താണ്? ഫയൽ എക്സ്പ്ലോററിന് ഓപ്പൺ ചെയ്യാനും. Windows+L എന്നുള്ളത് ലോക്ക് ദ വർക്ക് സ്റ്റേഷൻ ലോക്ക് ചെയ്യാനുള്ളതാണ് Windows+L എന്നുള്ളത്. Windows+T എന്ന ടാബ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്പൺ ടാസ്ക് വ്യൂ എന്ന് വെച്ചാൽ നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ടാസ്ക് ഫോഴ്സ് കാണാൻ വേണ്ടിയുള്ളതാണ് Windows+tab എന്ന് പറയുന്നത്. Windows tab, opening task view, open task view for the virtual desktop and Windows management. Okay, 13th question. The solid state drive SSD are generally faster than hard drive disk because they contain no moving mechanical parts and access data electronically. ഇതിൽ വേറെ മൂവ് ചെയ്യുന്ന കറങ്ങുന്ന ഡിസ്കോ അങ്ങനെ ഒരു പരിപാടിയൊന്നുമില്ല. എല്ലാ ഡേറ്റ ഇലക്ട്രിക്കലി നമ്മൾ മെമ്മറി കാർഡിൽ നിന്നൊക്കെ എടുക്കുന്ന പോലത്തെ ഒരു സിസ്റ്റമാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. Which of the following commands is commonly used in Linux or Unix to change directories? ലിനക്സിലും യുണിക്സിലൊക്കെ യൂസ് ചെയ്യുന്ന കമാൻഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. CD എന്നുള്ള കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. 15th question. When a computer virus attaches itself to executable files and activates only after the infected program is launched by the user, such malware is generally categorized as file infected viruses activating through program execution. When a computer virus attaches itself to executable files and activates only after the infected program is launched by user, എന്ന് വെച്ചാൽ ഒരു യൂസർ ഒരു ഫയലിൽ എന്തെങ്കിലും ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രം ലോഞ്ച് ആവുന്ന വൈറസിന് നമ്മൾ എന്ത് കാറ്റഗറിയിലാണ് ഗ്രൂപ്പ് ചെയ്യുന്നത്? ഫയൽ ഇൻഫെക്റ്റർ വൈറസ് ആക്ടിവേറ്റിംഗ് ത്രൂ പ്രോഗ്രാം എക്സിക്യൂഷൻ. ഒരു ഫയൽ ഇൻഫെക്റ്റർ വൈറസിൻ്റെ ഒരു കാറ്റഗറിയിലാണ് നമ്മൾ ആക്ടിവേറ്റ് ആവുന്ന എപ്പോഴാണ്? ത്രൂ എക്സിക്യൂഷൻ മീൻസ് നമ്മളത് ഓപ്പൺ ആക്കുമ്പോഴോ എന്തെങ്കിലും തരത്തിൽ റൺ ആകുമ്പോൾ മാത്രം എന്ത് ചെയ്യും? ഈ വൈറസ് ആക്ടിവേറ്റ് ആവും. 16th question. Which data representation code is commonly used to represent characters and symbols in computer? ക്യാരക്ടേഴ്സിനെ സിമ്പിൾസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കോഡ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ASCII കോഡ് എന്ന് പറയും. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് എന്നാണ് എൻ്റെ ആൻസർ. 17th question. In MS Word, which feature allows user to send the same document to multiple recipients with different names and address automatically? MS Wordലെ ഏത് ഫീച്ചറാണ് മൾട്ടിപ്പിൾ റെസിപ്പിയൻസിന് എന്ത് ചെയ്യും? സെയിം അഡ്രസ്സും സെയിം നെയിമിലും ഇങ്ങനെ അയക്കാൻ വേണ്ടി സഹായിക്കുന്നത്? അതിനാണ് മെയിൽ മെർജ് എന്ന് പറയുന്നത്. 18th question. Which memory type retains stored information even after power is switched off? കറണ്ട് പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ സിസ്റ്റം ടേൺ ഓഫ് ആയി കഴിഞ്ഞാലും ഇതിലേത് മെമ്മറിയാണ് നമുക്ക് വീണ്ടും ഓൺ ആക്കുമ്പോൾ തിരിച്ച് കിട്ടുന്നത്? അതേതാണ്? റോമാണ്, റീഡ് ഓൺലി മെമ്മറി. റോം എന്ന് പറയുന്നത് ഒരു നോൺ വോളറ്റൈൽ മെമ്മറിയാണ്. ഓക്കെ. 19th question. Which type of network typically covers a small geographical area such as home, school or office building? ഒരു സ്കൂളും ഓഫീസ് ബിൽഡിംഗ് എല്ലാം മാത്രം കവറാവുന്ന ആ ഒരു ചെറിയ ഒരു നെറ്റ്വർക്കിന് നമ്മൾ എന്താ പറയുന്നത്? മാൻ എന്ന് പറയും.
മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കാണ് മാൻ. ഇപ്പോൾ ഇവിടെ ഉള്ള ഓപ്ഷൻസ് എല്ലാം നോക്കാം. നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് തന്നിരിക്കുന്നത് ഇവിടെ മാൻ ആണ്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ബാക്കിയുള്ള ഓപ്ഷൻസ് വാൻ, WAN മീൻസ് വൈഡ് ഏരിയ നെറ്റ്വർക്കും, LAN മീൻസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, പാൻ മീൻസ് എന്താണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. ഇപ്പോൾ ലാൻ മീൻസ് ശരിക്കും പറഞ്ഞ ആൻസർ ലാൻ ആണ് വരേണ്ടതെന്ന് തോന്നുന്നു, എനിക്കറിയില്ല എൻ്റെ അത്ര മിസ്റ്റേക്സ് ആണോ എന്നുള്ളത്. ഇപ്പം ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് മീൻസ് ഹോം, സ്കൂൾ, ഓഫീസ് അല്ലെങ്കിൽ ഈ സിംഗിൾ ക്യാമ്പസ് ബിൽഡിങ്സിലൊക്കെ ഒരു ചെറിയൊരു സ്പേസിൽ, ഒരു ക്ലോസ്ഡ് സ്പേസിൽ വർക്ക് ചെയ്യേണ്ടതാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. വൈഡ് ഏരിയ നെറ്റ്വർക്ക് മീൻസ് ഒരു സിറ്റീസ്, ഒരു രാജ്യം മുഴുവൻ നമ്മൾ യൂസ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ളൊരു വലിയ നെറ്റ്വർക്കിനാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് മീൻസ് ഒരു ലാർജ് ക്യാമ്പസോ അല്ലെങ്കിൽ ഒരു ലാർജ് സിറ്റി അല്ലെങ്കിൽ ഒരു സിറ്റിയൊക്കെ കവർ ചെയ്ത് വരുന്ന നെറ്റ്വർക്കിനാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് മീൻസ് ഒരു കുറച്ച് ആൾക്കാരുടെ അല്ലെങ്കിൽ ഒരു ബ്ലൂടൂത്ത് കണക്ഷൻ പോലെയൊക്കെ വർക്കാവുന്നതാണ് പാൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ദ കൺട്രോൾ യൂണിറ്റ് മെയിൻലി പെർഫോംസ് വിച്ച് ഫംഗ്ഷൻ? കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൽ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് എന്ത് ഫംഗ്ഷനാണ് ചെയ്യുന്നത്? ഡയറക്ട്സ് ആൻഡ് കോർഡിനേറ്റ് ഓപ്പറേഷൻസ് ഓഫ് ഓൾ കമ്പോണൻറ്റ്സ്. ഒരു കമ്പ്യൂട്ടറിൻ്റെ എല്ലാ കോമ്പോണൻറ്റ്സിൻ്റെയും ഫംഗ്ഷൻസ് ആരൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിൽ ഡയറക്ഷൻ കൊടുക്കുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുകയാണ് കൺട്രോൾ യൂണിറ്റ് മെയിനായിട്ട് ചെയ്യുന്ന ഫംഗ്ഷൻസ്. ഓക്കെ, ഇത്രയും പറഞ്ഞ ക്വസ്റ്റ്യൻസ് 20 ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. കേട്ടിരുന്നവർക്ക് നന്ദി.